ക്രിസ്മസ്. അപ്പോൾ ക്രിസ്മസിൻ്റെ പ്രത്യേകതകൾ എല്ലാവർക്കും അറിയാമല്ലോ, അതിനെപ്പറ്റി പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ക്രിസ്മസിൻ്റെ ചെറിയൊരു സദ്യ ഒരുക്കിയിട്ടുണ്ട്. ഇതിന് കാരണമായിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ പിന്നെ ജാതിൻ്റെ പേരിൽ മതത്തിൻ്റെ പേരിലൊക്കെ പലരും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുകയും കൊല്ലും കൊലയും ഒക്കെയാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. പക്ഷേ ഇതിന് പണ്ട് കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മതങ്ങളും എല്ലാ ആഘോഷങ്ങളും ഒരുമിച്ച് ആഘോഷിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇപ്പോൾ കാണാനേ ഇല്ല. അപ്പോൾ ആ ഒരിത് വീണ്ടും നമ്മളെ നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഇക്കൊല്ലം ക്രിസ്മസ് ആഘോഷിക്കുന്നത്. എല്ലാ മതങ്ങളും ഒന്നിച്ചിരുന്ന് എല്ലാ ആഘോഷങ്ങളും, അതായത് ഹിന്ദുസിൻ്റെ ആയാലും മുസ്ലിംസിൻ്റെ ആയാലും ക്രിസ്ത്യാനിസിൻ്റെ ആയാലും എല്ലാവരും ആഘോഷങ്ങളും ഒന്നിച്ചു കൂട്ടി എല്ലാവരും നന്നായിട്ട് ആഘോഷിക്കുക. അതേപോലെ മതത്തിൻ്റെ പേരിലും ജാതിൻ്റെ പേരിലും പിന്നെ തല്ലുണ്ടാക്കാതിരിക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. എല്ലാവരും മനുഷ്യരാണ് എന്ന ഒറ്റ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ ക്രിസ്മസിന് കേക്കും മുന്തിരിച്ചാറും ഇല്ലാത്ത ക്രിസ്മസ് ഇല്ലല്ലോ. അപ്പോൾ നമുക്കിന്ന് ഒരു കഷ്ണം കേക്കും കുറച്ച് മുന്തിരിച്ചാറിലും ക്രിസ്മസ് ആഘോഷം തുടങ്ങാം. നാടൻ വിഭവങ്ങളായ മീൻകറിയും കപ്പയും നെയ്ച്ചോറും ചിക്കൻ കുറുമയും പപ്പടവും പിന്നെ അപ്പമുണ്ട്, ബീഫ് വരട്ടിയതുണ്ട്. അപ്പോൾ ക്രിസ്മസിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് താറാവ് അല്ലെങ്കിൽ ടർക്കി പിന്നെ റോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇന്ന് ഞാൻ ടർക്കിയും താറാവും ഒന്നല്ലേലും ഒരു ചിക്കൻ റോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ജോർജിയക്കാരുടെ മെയിൻ ഡിഷാണ് ചീസ്. പലതരത്തിലുള്ള ചീസ് അവർ ഉപയോഗിക്കും. അപ്പോൾ ഇതാണ് ഖുബ്താരി. ജോർജിയയിലെ സ്വാനത്തിയിലെ ഒരു പ്രധാന വിഭവമാണ്. എല്ലാ ആഘോഷങ്ങൾക്കും ഒക്കെ ഉണ്ടാക്കുന്ന പ്രധാന വിഭവമാണ് ഇത്. മീറ്റ് ഫില്ല് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഐറ്റമാണ് കേട്ടോ. ഇതാണ് താഷ്മി ജാബി. ഇതും ജോർജിയയിലെ ഒരു മെയിൻ ഡിഷ് തന്നെയാണ്. ഇത് കിഴങ്ങ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. കിഴങ്ങിൽ ചീസും ബട്ടറും ചേർത്ത് മിക്സ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മളെ നാടൻ ഉണ്ണിയപ്പം ഉണ്ട് കേട്ടോ. പിന്നെ അവിടുത്തെ ഒരു മെയിൻ ഐറ്റമാണ് ക്രിസ്മസ് പുഡിംഗ് എന്ന് പറയും. ക്രിസ്മസ് പുഡിങ്ങിന് ഉദ്ദേശം എന്ന് പറയുന്നത് യേശുവിനെയും അപ്പോസ്തലന്മാരെയും പിന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 12 അപ്പോസ്തലന്മാരെ അനുസ്മരിച്ചുകൊണ്ട് 12 തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് കൂട്ടിയിട്ടാണ് ഈ പുഡിങ് ഉണ്ടാക്കുന്നത്. അത് ഏകദേശം ഈ പുഡിങ് ഉണ്ടാക്കാൻ അവർ 4 മണിക്കൂറോളം ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്രധാന വിഭവമായ ഖുബ്താരി ഉണ്ടാക്കാനുള്ള മാവ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ വേറൊന്നുമില്ല, നമ്മൾ പിസ്സേൻ്റെ ഒക്കെ മാവ് റെഡിയാക്കുന്ന പോലെ തന്നെ പിന്നെ മൈദയിൽ 1/2 ടീസ്പൂൺ, ഇപ്പം 4 ഗ്ലാസ് പിന്നെ പൊടി തന്നെയാണ് എടുത്തുക്കണം മൈദപ്പൊടി. അതിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ്, പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര, 1 മുട്ട, 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ. ഇത് ചേർത്ത് നന്നായിട്ട് കുഴച്ച് വെച്ചതാണ്. ഇത് കുഴച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂറായി, അതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഖുബ്താരി എന്ന് പറയുന്നത് ജോർജിയയിലെ സ്വാനത്തിയിലെ ഒരു മെയിൻ ഡിഷാണ്. അവരുടെ സ്പെഷ്യൽ ഒക്കേഷനിലൊക്കെ ഉണ്ടാക്കുന്നതാണ്. ജോർജിയ പോയാൽ എല്ലാവർക്കും അറിയാം കച്ചപ്പൂരി എന്നുള്ളത് അവിടെ പിന്നെ എല്ലാ സ്ഥലത്തും കിട്ടുന്നതാണ്. അതുപോലെ കച്ചപ്പൂരി പോലെ തന്നെ ഖുബ്താരി എന്ന് പറയുന്നത് മീറ്റൊക്കെ വെച്ച് സ്റ്റഫ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. ഇത് സ്വാനത്തിലാണ് കൂടുതലായിട്ട് പിന്നെ കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഖുബ്താരിയിലേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ബീഫ് വേണേലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലാമ്പ് വേണേലും ഉപയോഗിക്കാം. ഇത് നമ്മൾ കീമ ചെയ്ത് വാങ്ങുന്നതല്ല, ചെറുതായിട്ട് കട്ട് ചെയ്യുക തന്നെ വേണം കേട്ടോ. കീമ ചെയ്താൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇതിനെക്കാട്ടി കുറച്ചും കൂടി വലിയ പീസായിരിക്കും ഉണ്ടാകുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ പിന്നെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 5-6 വെളുത്തുള്ളി ചെറുതായി കൊത്തി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. 2 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ പിന്നെ ദില്ല് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മലയാളത്തിൽ ഇതിൻ്റെ പേര് ചതകുപ്പ എന്നാണ് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ കണ്ടത് കേട്ടോ. ഈ ദില്ല് എന്ന് പറയുന്നത് ഇതേപോലെയുള്ള പിന്നെ ഇലയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ മീറ്റൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ മാവ്. ഇനി ഈ മാവ് നമ്മൾ പകുതിയാക്കുകയാണ് കേട്ടോ. ഞാൻ 2 ഖുബ്താരിക്കുള്ള മാവാക്കി എടുക്കുകയാണ് ഞാൻ. ഇത് പരത്തിയിട്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഫില്ല് ചെയ്യണതൊക്കെ നമ്മളെ ഐഡിയ പോലെ വേണം കേട്ടോ.
അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിങ്കാലിക്ക് പരത്തണ പോലെ പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ മീറ്റ് ഫില്ല് ചെയ്തിട്ട് എടുക്കുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒക്കെ പാളിപ്പോകാം, പക്ഷേ പിന്നെ പിന്നെ ശരിയായിക്കോളൂ കേട്ടോ. അത്യാവശ്യം കട്ടി തന്നെയാണ് നമ്മൾ പരത്തുന്നത്. പരത്തുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് എൻ്റെ പൊടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മാവ് ഇവിടെ നിന്ന് ഇങ്ങനെ നീക്കി ഈ ഓട്ട നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇതാക്കി കൊടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മീറ്റ് ചേർത്ത് കൊടുക്കുക. മീറ്റ് നല്ലോണം ചേർക്കണം കേട്ടോ. ഇനി ഇതിങ്ങനെ എടുത്ത് മുകളിലേക്കും മടക്കി കൊടുക്കുക. ഇതിങ്ങനെ പരത്തി കൊടുക്കുക. നടുവിൽ നമുക്ക് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഖുബ്ദാരി ഇതാ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. സാധാരണയായിട്ട് ഖുബ്ദാരി ചുട്ടെടുക്കുന്നത് പിസ്സയൊക്കെ ഉണ്ടാക്കുന്ന അടുപ്പ് പോലുള്ള അടുപ്പിലാണ്. പിന്നെ ജോർജിയയിലൊക്കെ എല്ലാ വീടുകളിലും സാധാരണ വീടുകളിലാണെങ്കിലും അടുക്കളയിൽ അതിനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നിവിടെ ഞാൻ കാണിക്കുന്നത് ഈ ഖുബ്ദാരി നമ്മളെ സാധാ സ്റ്റൗവിൽ പാൻ വെച്ചിട്ട് ചുട്ടെടുക്കുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒരു പാൻ എടുക്കുക. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ ഖുബ്ദാരി ഈ പാനിലിട്ടിട്ട് നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ ചുട്ടെടുക്കുക. അപ്പോൾ നമ്മളെ ഖുബ്ദാരി പിന്നെ അടുപ്പത്തായിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക കേട്ടോ. സാധാരണ ഖുബ്ദാരി ഉണ്ടാക്കുമ്പോൾ സെൻറ്ററിലൊരു ഹോളായിട്ട് ഇടുക. പിന്നെ സെൻറ്ററിൽ ഹോൾ ഇട്ടിട്ട് ഇടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പൊന്തി വന്ന് ആവി കയറി പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഞാൻ മറിച്ചിട്ടപ്പോൾ ഇതിൽ 2 ഹോൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ നടുക്കുള്ള ഹോൾ ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്തതായി നമ്മളെ രണ്ടാമത്തെ ഐറ്റമായ താഷ്മി ജാബി ഉണ്ടാക്കുന്നത് ഉരുളൻകിഴങ്ങ് വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിതാ 2 വലിയ ഉരുളൻകിഴങ്ങ് എടുത്തിട്ട് കട്ട് ചെയ്ത് ഉപ്പിട്ട് വേവിച്ചെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിതാ കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കി കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ താഷ്മി ജാബിയിലേക്കുള്ളത് കിഴങ്ങ് ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ഞാൻ വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചതാണ്. ഇനി നമുക്കിത് കുറച്ചും കൂടി വലിയൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ കിഴങ്ങ് നന്നായിട്ട് ഉടച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിക്കാനൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത് പിന്നെ കുറച്ച് ബട്ടറും പിന്നെ ഒരു ചെറിയ 2-3 കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ചീസ് ഇടുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതാ ചീസ് മൊസറല്ല ചീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഈ പിന്നെ കിഴങ്ങ് നല്ല ചൂടോടെ ഇരിക്കുമ്പോൾ തന്നെ ചെയ്യണം കേട്ടോ. നന്നായിട്ടിത് മിക്സ് ചെയ്യണം കേട്ടോ. അതായത് നമ്മളിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇതേപോലെ ഇങ്ങനെ വലിഞ്ഞ് വരും. നല്ലോണം ചീസ് ഇടണം. നന്നായിട്ട് മിക്സ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ. ഹാപ്പി ക്രിസ്മസ്.